കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, പരസ്പരം യോജിച്ചു പോകാൻ സാധിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും കുട്ടികളുടെ ഭാവിയെ കരുതി ഡിവോഴ്സിനൊന്നും പോകാതെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ദമ്പതിമാരെ പറ്റി. ഇത്തരത്തിലുള്ള ദമ്പതിമാരെ രണ്ട് ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഒരു പഠനം നടത്തുകയുണ്ടായി. ആദ്യത്തെ ഗ്രൂപ്പിൽപ്പെട്ട ദമ്പതികൾ തങ്ങൾ കഷ്ടപ്പെട്ടാലും തങ്ങളുടെ കുട്ടികൾ ഹാപ്പി ആയിരിക്കണം എന്ന ചിന്തയുള്ളവരായിരുന്നു. തങ്ങളുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കുട്ടികളെ അറിയിക്കാതെ പരസ്പരം പേഴ്സണൽ സ്പേസ് നൽകി ജീവിക്കുന്നവരായിരുന്നു ആദ്യത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ദമ്പതിമാർ സ്ഥിരമായി വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുന്നവരായിരുന്നു. തങ്ങളുടെ കുട്ടിയുടെ ഭാവിയെ ഉദ്ദേശിച്ചാണ് അവരും ഡിവോഴ്സിനൊന്നും ശ്രമിക്കാത്തതെങ്കിലും പലപ്പോഴും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനാകാതെ അല്ലെങ്കിൽ അവരുടെ ഈഗോ നിയന്ത്രിക്കാനാകാതെ പരസ്പരം വഴക്കുണ്ടാക്കലും മോശം ഭാഷ ഉപയോഗിക്കലും ദേഹോപദ്രവവും പതിവാക്കിയവരുമായിരുന്നു. ഈ പഠനത്തിൽ വ്യക്തമായ ഒരു കാര്യം, സ്ഥിരമായി അച്ഛനമ്മമാർ തമ്മിലുള്ള വഴക്ക് കണ്ടുവളർന്ന രണ്ടാം ഗ്രൂപ്പിൽപ്പെടുന്ന ദമ്പതിമാരുടെ മക്കൾക്ക് മാനസികാരോഗ്യം വളരെ ദുർബലമായിരുന്നു എന്നാണ്. മുതിർന്നിട്ടും തങ്ങളുടെ കുട്ടിക്കാലത്ത് സാക്ഷിയാകേണ്ടി വന്ന ആ ട്രോമാറ്റിക് ഈവന്റ്സ് അവരുടെ എല്ലാ മേഖലകളെയും മോശമായി തന്നെ ബാധിച്ചു. അഥവാ ആരെങ്കിലും തങ്ങളുടെ പങ്കാളിയിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, എന്നാൽ കുട്ടികൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പുവരുത്തുക, നിങ്ങൾ ഉൾപ്പെടുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞ രണ്ടാം ഗ്രൂപ്പിൽപ്പെട്ട ദമ്പതിമാരുടെ ലിസ്റ്റിലല്ലെന്ന്. കാരണം ഇവിടെ നിങ്ങൾ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ദോഷമായിട്ടായിരിക്കും അവർക്ക് ഭാവിയിൽ വന്നു ചേരുക.